ഇന്ന് കയ്യിൽ കിട്ടിയത് ഈ ഒരു ചിരട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഷേപ്പിലുള്ള ഒരു ചിരട്ട കുഞ്ഞൊരു പറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ആ ചകിരി നാരൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് പുറം ഭാഗം. ഇനി ഇതാ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളൊരു സർക്കുലർ ഷേപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വല്ല ഊഹം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ കാണുന്നിടയ്ക്ക് കമൻറ്റ് ഇട്ടോ. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ആവശ്യമുള്ള ഒരു ഷേപ്പിലൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നൊക്കെ ഉണ്ട്. അതായത് ഇതുപോലെ ഓട്ടയാക്കിയിട്ട് വെട്ടി മാറ്റി കളയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണം. അതിന് മുന്നേ കുറച്ച് പരിപാടികൾ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു ഷേപ്പ് നമ്മളിതാ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെൻഡുല എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ പക്ഷേ ക്ലോക്ക് അല്ലാട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ടോ ഏതാണ്ട് ഐഡിയ മനസ്സിലായില്ലേ? കണ്ടില്ലേ? ഇതാ ഈ കണ്ട ഒരു പിക്ചർ അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് കണ്ടപ്പോൾ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ഒരു പൂതി. എന്നാൽ പിന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുകളിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതേപോലെ ഷേപ്പിൽ നമ്മൾ ഓരോന്നും മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നമുക്ക് പല ആവശ്യങ്ങൾക്കുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഇഷ്ടപ്പെട്ട മുത്തുകളൊക്കെ നമ്മൾ ഈ ഒരു ബോക്സിൽ ഇട്ട് വെച്ചുകൊണ്ട് അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ പറക്കിയെടുക്കാൻ ഇവിടുന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ മുത്തുകൾ വെച്ചിട്ടുണ്ട്. ഇനി സൈഡിലും ഇതുപോലെ ഈർക്കിൽ ഒടിച്ചിട്ടാണ് കേട്ടോ മുത്തുകൾ വെച്ചിരിക്കുന്നത്. ഇത്രയും കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഈർക്കിലുകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ കോടിയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഒരേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഫറൻസ് കണ്ട പോലെ ഏതാണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സിൽവർ കോട്ടിങ് കൂടി ഞാൻ ഈർക്കലിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രിങ് ആണ് നമുക്ക് ആവശ്യം. സ്ട്രിങ് നമ്മളിതാ ഇതുപോലെ വെള്ള നൂല് വെച്ചിട്ടാണ് കേട്ടോ ഐറ്റം റെഡിയാക്കിയത്. ഇനി ജസ്റ്റ് ഇതാ ചിരട്ടയുടെ മുകളിലേക്ക് ഒട്ടിക്കേ വേണ്ടൂ. അപ്പോൾ അതിൽ കറക്റ്റ് കംപ്ലീറ്റ് ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ചിരട്ട കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി അധികം സാമഗ്രികളൊക്കെ വേണമെന്ന് മുറിച്ചെടുക്കാനായിട്ട്. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു പിക്ചറിൽ കണ്ട മോഡൽ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് കമൻറ്റ് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.